പുസ്തകം നമ്മ പഠിപ്പിക്കുന്ന ലൂക്കോസ് 8-ാം അധ്യായം 27 യേശുവിനെ കാണുന്ന ഒരു പിശാച് പിടിച്ചവൻ അവിടെ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. അവൻ വസ്ത്രം ധരിക്കാതെ ഇരുന്ന്. പക്ഷെ അവന്റെ ജീവിതത്തിൽ യേശു കടന്നു വന്നപ്പോൾ 35-ാം വചനം ആദ്യം അവൻ ചെയ്തത് വസ്ത്രം ധരിച്ചതാണ്. ആമേൻ. ദൈവപുത്രന്റെ രാജ്യത്തിൽ അവൻ വന്നപ്പോൾ അവന്റെ നഗ്നത അവന് മനസ്സിലായി. വസ്ത്രമില്ലാത്തവൻ വസ്ത്രം ധരിച്ചു. ഇന്നും വസ്ത്രം ശരിക്കും ഉണ്ടായിരുന്നിട്ടും ധരിക്കാൻ അറിയാതെ എല്ലാം കാണിച്ചുകൊണ്ട് നടക്കുന്ന ആളുകളുടെ കുറവ് വസ്ത്രത്തിന്റെ കുറവല്ല, അവരുടെ ജീവിതത്തിൽ യേശുവിന്റെ കുറവാണ്. ആമേൻ. ആകയാൽ ഇരുട്ടിന്റെ രാജ്യം വിട്ട് ദൈവപുത്രൻ, സ്നേഹസ്വരൂപനായ ദൈവപുത്രൻ ക്രിസ്തുവിന്റെ രാജ്യത്തിൽ ആയിക്കൊള്ളുക. വെറും വലയായി നിന്ന പത്രോസ് രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടാതെ വെറും വലയായി നിന്ന് പത്രോസ്, വലയും കഴുകി വെച്ചിട്ട് വീട്ടിലേക്ക് പോകുന്ന പത്രോസ്, ഇരുട്ടിന്റെ രാജ്യത്തിൽ നിൽക്കുന്ന പത്രോസ്, യേശു കടന്നു വന്ന് പത്രോസെ വല ആഴത്തിലിടുക. അവനപ്പോൾ യേശു ദൈവപുത്രന്റെ രാജ്യത്തിൽ മാറിയപ്പോൾ വല നിറച്ച് മീന് അവന് കിട്ടി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ജെറിക്കോവിൽ കിടന്ന കുരുടൻ, മർക്കോസ് സുവിശേഷം 10-46 കിടപ്പു തെരുവിൽ ജോലി പിശയെടുക്കുന്നത് മാത്രം. അവൻ ക്രിസ്തുവിന്റെ രാജ്യത്തിൽ മാറിയപ്പോൾ അവൻ കാഴ്ച പ്രാപിച്ചു. അവൻ യേശുവിനെ അനുഗമിച്ചു. മാത്രമല്ല, അടുത്ത അധ്യായം ഇങ്ങനെ നമ്മ പഠിപ്പിക്കുന്ന മർക്കോസ് 11-1 വചനത്തിൽ ജെറിക്കോവിൽ കിടന്നവൻ യേശുവുമായി ജെറുസലേമിൽ എത്തി. ജെറിക്കോ ശപിക്കപ്പെട്ട പട്ടണം, ജെറുസലേമോ മഹാരാജാവിന്റെ ഉന്നത നഗരം. ആമേൻ, ഹല്ലേലൂയ. കർത്താവ് വന്നത് ഭരണം പിടിച്ചെടുക്കാനല്ല, റോമ ചക്രവർത്തിയെ കയ്യിൽ നിന്ന് ഭരണം പിടിച്ചെടുക്കാനല്ല. കർത്താവ് തന്നത് അത്ഭുതം ചെയ്ത് നമ്മുടെ വയറ് നിറയ്ക്കാനല്ല, നമ്മുടെ ജീവന്റെ അപ്പമായി വന്ന യേശു. ആകയാൽ ചിന്താഗതി മാറ്റി സഹോദരങ്ങളെ, സ്നേഹസ്വരൂപനായ പുത്രന്റെ ദൈവപുത്രൻ ക്രിസ്തുവിൻ്റെ രാജ്യത്തിൽ ആയിക്കൊള്ളുക. ഓട്ടോമാറ്റിക്കായി കർത്താവിൻ്റെ സഹായകരം നിന്റെ ജീവിതത്തിൽ ഉണ്ടാകും. യേശുവിനാൽ മാത്രമേ ചെയ്യുവാൻ കഴിയുന്ന 2 കാര്യം. ഒന്ന്, പാപമോചനം. മത്തായി സുവിശേഷം 9:6 പാപമോചനം. 2, വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു. യോഹന്നാൻ 11:25 എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. റോമാ ലേഖനം 6-ാം അധ്യായം 23-ാം വചനം ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു. പാപത്തിന്റെ ശിക്ഷയോ മരണം, ദൈവത്തിൻ്റെ വരദാനമോ ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു ക്രിസ്തുവിൽ നിത്യജീവൻ. ക്രിസ്തുവിൽ നിത്യജീവൻ. അതാണ് ദൈവരാജ്യം നമുക്ക് നൽകുന്ന ജീവന്റെ അപ്പം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പോക്കി എൻ്റെ പാപമെല്ലാം യാഗത്താൽ നീക്കി എൻ്റെ ശാപമെല്ലാം താൻ വഹിച്ചതാൽ. പോക്കി എൻ്റെ പാപമെല്ലാം തൻ്റെ യാഗത്താൽ നീക്കി എൻ്റെ ശാപമെല്ലാം
താൻ വഹിച്ചതാൽ ഓർക്കും തോറും സ്നേഹമെന്നിൽ വർദ്ധിച്ചിടുന്നേ. ആമേൻ ആമേൻ ചീടുന്നേ. പാർക്കു നേടാൻ കൂടെ വാഴ എന്ന് സാധ്യമോ? യേശുവോട് ചേർന്നിരിപ്പ് എത്ര മോദമേ. യേശുവിന ജീവിക്കുന്ന എത്ര ഭാഗ്യമേ. ആമേൻ. യേശുവോട് ചേർന്നിരിപ്പ് എത്ര മോദമേ. യേശുവിന ജീവിക്കുന്ന എത്ര ഭാഗ്യമേ. ആമേൻ. യേശുവോട് ചേർന്നിരിപ്പ് എത്ര മോദമേ. യേശുവിനായി ജീവിക്കുന്ന എത്ര ഭാഗ്യമേ. ഇരിക്കാം. പിതാവിന്റെ വാക്ക് അനുസരിക്കുന്നവൻ എവനോ ക്രിസ്തു അരുളി ചെയ്യുന്ന എൻ്റെ സഹോദരൻ. പിതാവാം ദൈവത്തിൻ്റെ ഏകജാതനും ആദ്യജാതനുമായ ക്രിസ്തു യേശു. അങ്ങനെയാണെങ്കിൽ വചനം അനുസരിക്കുന്ന ക്രിസ്തുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട സകലരും ഏക സത്യ ദൈവത്തിൻ്റെ പുത്രന്മാരും പുത്രിമാരും എന്ന് വചനം നമ്മെ പഠിപ്പിക്കുന്നു. അവസാനം ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്ന യോഹന്നാൻ 1:12 ക്രിസ്തുവിനെ കൈക്കൊണ്ട്, ഒന്ന് പറയാമോ? ക്രിസ്തുവിനെ കൈക്കൊണ്ട് പരണങ്ങാനം പോകണം. ക്രിസ്തുവിനെ കൈക്കൊണ്ട് വല്ലപ്പോഴും ഇടത്തുവാ പോകണം. നിനക്ക് ലഭിച്ചിരിക്കുന്ന നിത്യ ജീവൻ നീ കുഴി തോണ്ടി പുതയ്ക്കരുത്. അറിഞ്ഞാൽ മാത്രം പോരാ, കേട്ടാൽ മാത്രം പോരാ, പഠിച്ചാൽ മാത്രം പോരാ, വിശ്വസിച്ചാൽ മാത്രം പോരാ. ഇവിടെ എഴുതിയിരിക്കുന്നതിന് പ്രകാരം നീ വായിക്കണം. രണ്ടാമത് യോഹന്നാൻ 1:12 ക്രിസ്തുവിനെ കൈക്കൊണ്ട് ക്രിസ്തുവിന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവനും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്ത്. കൈകളെ തട്ടുക. യേശുവിന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവനും ദൈവത്തിന്റെ മക്കളാകുവാൻ, പുത്രനാകുവാൻ, പുത്രിയാകുവാൻ പിതാവാം ദൈവം അധികാരം കൊടുത്ത്. യേശു എന്നുള്ള നാമത്തിന്റെ പ്രത്യേകത നമ്പർ 1 അപ്പോസ്തല പ്രവൃത്തികൾ 4:12 മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറെ ഒരു നാമവും ഇല്ല. ആമേൻ. ഉണ്ടോ? ഉണ്ടോ? നിന്റെ രക്ഷയ്ക്ക്, പാപമോചനത്തിന്, നിത്യ ജീവന്, രോഗസൗഖ്യത്തിന്, കടക്കണിൽ നിന്ന് വിടുതലിന് വേറെ ഒരു നാമം ഈ ഭൂമിയിലോ സ്വർഗത്തിലോ ഉണ്ടോ? വേറെ ഒരു നാമമില്ല. രക്ഷയ്ക്കായി ഒരുക്കിയ ഏകനാമം. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2:10-11 യേശുവിന്റെ നാമത്തിങ്കൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാൽ ഒക്കെയും മടങ്ങും. എല്ലാ നാവും, സ്വർഗത്തിലുള്ള സകലുടെ നാവും, ഭൂമിയിലുള്ള സകലുടെ നാവും, ഭൂമിക്ക് താഴെ അധോലോകത്തിലുള്ള സകല ആളുകളുടെ നാവും
യേശു ക്രിസ്തു കർത്താവ് എന്ന് ദൈവനാമ മഹത്വത്തിനായി ഏറ്റു പറയും. എല്ലാവർക്കും രക്ഷയ്ക്കായി ഒരുക്കിയ നാമം യേശുവിൻ്റെ നാമം. എല്ലാവരുടെ നാവും പരിഹസിച്ചവനും നിന്ദിച്ചവനും നിയമമുണ്ടാക്കിയവനും മുട്ടിന്മേൽ നിന്ന് ക്രിസ്തു തന്നെ കർത്താവ് എന്ന് ഏറ്റുപറയുന്ന ഒരു സുദിനമുണ്ട്. സകല നാവും ഏറ്റുപറയുന്ന നാമം യേശുവിൻ്റെ നാമം. ഞങ്ങളുടെ കയ്യിൽ വെള്ളിയോ പൊന്നോ ഇല്ല. ജന്മം മുതൽ മുടന്തനായി സുന്ദരവാതിൽക്കൽ കിടന്നവന്റെ പത്രോസും യോഹന്നാനും കൈക്ക് പിടിച്ച് മകനെ എഴുന്നേറ്റ് നടക്കുക, നസന യേശുവിൻ നാമത്തിൽ അവൻ തുള്ളി ചാടി എഴുന്നേറ്റ് ആടി പാടി യേശുവിനെ മഹത്വപ്പെടുത്തി ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു. അവൻ ആലയത്തിൽ പ്രവേശിച്ചു. അതിൻ്റെ അർത്ഥം സകല അത്ഭുതങ്ങളും ചെയ്യുവാൻ കഴിവുള്ള, പ്രാപ്തിയുള്ള, ബലമുള്ള നാമം യേശുവിൻ്റെ നാമം. എല്ലാരെയും രക്ഷിക്കുന്ന നാമം, എല്ലാ നാമം സാക്ഷീകരിക്കുന്ന നാമം, സർവത്തെയും സൗഖ്യമാക്കുന്ന നാമം. പക്ഷേ ഇവിടെ അപ്പോസ്തല പ്രവൃത്തികൾ 19:11 അങ്ങനെ വിചാരിച്ചിട്ട് തന്നെയാണ് മഹാപുരോഹിതൻ സ്കേഫ അദ്ദേഹത്തിൻ്റെ 7 ദേശാന്തരികളായ മന്ത്രവാദികളായ മക്കൾ പൗലോസിന്റെ ശുശ്രൂഷയിൽ ക്രിസ്തു യേശുവിന്റെ നാമത്തിൽ അത്ഭുതം നടക്കുന്നത് കണ്ട് ഭൂതം ബാധിച്ച ഒരുവനോട് 7 പേരും യേശുവിന്റെ നാമം ഉച്ചരിച്ചു. എല്ലാവരുടെ രക്ഷയ്ക്കായുള്ള നാമം, എല്ലാവരുടെ നാമം ഏറ്റുപറയുന്ന നാമം, എല്ലാ അത്ഭുതവും ചെയ്യുന്ന നാമമല്ലോ എന്ന് പൗലോസ് പ്രസംഗിക്കുന്ന യേശുവിൻ നാമത്തിൽ ഭൂതം പുറത്തു പോ എന്ന് യേശുവിൻ്റെ നാമം 7 പേരും മഹാപുരോഹിതന്റെ മക്കൾ 7 പേരും ഉച്ചരിച്ചപ്പോൾ അവിടെ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്ന ഭൂതം തിരിച്ചടിച്ചു. അപ്പോൾ 19:11 മുതൽ താഴെ ഭൂതം അവർക്ക് നേരെ ചാടി അറ്റാക്ക് ചെയ്തു. അവരെ കീഴടക്കി, അവരെ ജയിച്ച് അവരുടെ ഉടുതുണി പറിച്ചെടുത്ത് നഗ്നനാക്കി ഓടിപ്പോയി, അപമാനപ്പെട്ട്. പക്ഷെ യേശുവിൻ്റെ നാമം മഹിമപ്പെട്ട്. എന്തുകൊണ്ട്? 3 കാര്യങ്ങൾ ദൈവം എന്നെ പഠിപ്പിച്ചത്. എപ്പോ ഭൂതം കീഴടങ്ങും? യാക്കോബ് ലേഖനം 4-ാം അധ്യായം 7-ാം വചനത്തിൽ ദൈവത്തിന് കീഴടങ്ങുവിൻ, പിശാചിനോട് എതിർത്ത് നിൽപ്പിൻ, എന്നാൽ പിശാച് നിന്നെ വിട്ട് ഓടിപ്പോകും. ആമേൻ. ദൈവത്തിന് കീഴടങ്ങിയാൽ പിശാച് നിനക്ക് കീഴടങ്ങും. ദൈവത്തിന് നീ കീഴടങ്ങാതെ യേശുവിൻ്റെ നാമം ഉച്ചരിച്ചാൽ പിശാച് നിന്നെ കീഴടക്കും. മനസ്സിലായവർ കൈകളെ തട്ടണം. ഒരിക്കൽ കൂടെ പറയണമോ? ഈ ദൈവത്തിന് കീഴടങ്ങുക. അല്ലാതെ യേശുവിൻ്റെ നാമം ഉച്ചരിച്ചാൽ പിശാച് യേശുവിൻ്റെ നാമം ഉച്ചരിക്കുന്നവനെ കീഴടക്കും. അതാണ് സംഭവിച്ചത്. ദേശാന്തരികളായി നടക്കുന്നവർ, ദൈവത്തിന് കീഴടങ്ങാത്തവർ യേശുവിൻ്റെ നാമം കയ്യിലെടുത്ത് 100 ആണ്ട് കാത്തിരുന്ന് കിട്ടിയ ഇസഹാക്കിന് ദൈവകൽപ്പന പ്രകാരം ഹോമയാഗം എന്നവിടെ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നെങ്കിലും കൊന്നു കുളിച്ചിടാൻ കൊണ്ടുപോകുന്ന അബ്രഹാം മോറിയ പർവ്വതത്തിൽ ദൈവം കാണിക്കുന്ന കുന്നിന്മേൽ യാഗമർപ്പിക്കുവാൻ പോകുന്ന
ആബ്രഹാം ഞാനും ബാലനും അവിടത്തോളം ചെന്ന് ഉൽപ്പത്തി 22:5 ആരാധന കഴിച്ചിട്ട് ദൈവത്തിന് കീഴടങ്ങിയവന് തൻ്റെ ഏകജാതന് കുളിച്ചിടുന്നത് പോലും അവന് ഒരു ആരാധനയാണ്. മനസ്സിലായോ ദൈവജനമേ? ഇനി ഒരു മോനെ കിട്ടണമെന്നല്ല ആ അബ്രഹാമോട് ദൈവം കൽപ്പിക്കുന്ന, ഇവനെ എനിക്ക് യാഗമർപ്പിക്കുക. ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്ന അതുപോലും ദൈവത്തിന് കീഴടങ്ങിയവന് ഉത്സവമാണ്. ആരാധന കഴിച്ചിട്ട് தமிழ் வேதாகமம் சொல்லுகிறது, திரும்பி வருவோம், நாங்கள் 2 பேரும் ஜீவனோடு மடங்கி வரும்.